നമസ്കാരം. CPM-ൽ പിണറായി വിജയൻ എങ്ങനെയാണോ അതുപോലെയാണ് SNDP-യിൽ വെള്ളാപ്പള്ളി നടേശനും. കഴിഞ്ഞ 25 വർഷങ്ങളിലധികമായി വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് തുടരുന്നുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം വീണ്ടും അധികാര സ്ഥാനത്ത് വരുന്നത്. മൈക്രോ ഫിനാൻസ് അഴിമതിയുമായി ബന്ധപ്പെട്ടും KK മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി തെളിവുകൾ വെള്ളാപ്പള്ളി നടേശനെതിരെ പുറത്തു വന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇതുവരെ യാതൊന്നും സംഭവിച്ചില്ല. എന്നു മാത്രമല്ല, പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളം ഭരിച്ച പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമുണ്ടായപ്പോഴും വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സ്വീകരിച്ചത്. ഏതൊരു വൻമരവും കടപുഴകി വീഴുന്ന ഒരു ദിവസം വരും. പിണറായി വിജയൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി വിജയൻ എന്ന പ്രതിഭാസം അസ്തമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളിക്കൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു, ഒരു കാരണവശാലും തനിക്ക് മുകളിൽ SNDP-യിലും SN ട്രസ്റ്റ് സ്ഥാപനങ്ങളിലും ഒന്നും മറ്റൊരാൾ വരില്ല എന്നൊരു ധാരണ, ഒരു അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. മൈക്രോ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർ DGP മനോജ് എബ്രഹാം കുറ്റപത്രത്തിന് അംഗീകാരം നൽകിയതോടെ ഇത് എത്രയും വേഗം തന്നെ കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളിക്ക് പുറമെ പ്രസിഡന്റായ MN സോമനും പിന്നാക്ക വികസന കോർപ്പറേഷൻ മുൻ MD ദിലീപ് കുമാറും ഒക്കെ ഈ പ്രതിപ്പട്ടികയിലുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ഇവർക്ക് 3 പേർക്കെതിരെയും ചുമത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ക്രമക്കേടിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൂടി വ്യക്തമായതുകൊണ്ട് പ്രോസിക്യൂഷന് സർക്കാരിൻ്റെ അനുമതി വിജിലൻസ് തേടാനുള്ള സാധ്യതയുമുണ്ട്. അന്വേഷണം നീണ്ടുപോകുന്നതിൽ പലതവണ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം നേരിട്ട ശേഷമാണ് കേസിൽ നിർണായകമായ തുടർ നടപടിക്കുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 124 കേസുകളിൽ അംഗീകാരം ലഭിക്കുന്ന ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. SNDP യോഗം വയനാട് യൂണിയനുമായി ബന്ധപ്പെട്ട കേസിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. മറ്റു 2 കേസുകളിൽ കൂടി അന്വേഷണ സംഘം വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മൈക്രോ ഫിനാൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2003 മുതൽ 2015 വരെയുള്ള കാലയളവിൽ സ്വാശ്രയ സംഘങ്ങൾക്ക് കൈമാറാൻ പിന്നാക്ക വികസന കോർപ്പറേഷൻ മുഖേന കോടിക്കണക്കിന് രൂപ വായ്പയെടുത്ത് 15 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ചാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ 2016 വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകിയത്. ആരോഗ്യസ്ഥിതി മോശമായപ്പോഴും ഇതിൻ്റെ നിയമ നടപടികൾക്കായി VS ശക്തമായി തന്നെ നിലകൊണ്ടു. മുൻ സർക്കാരിൻ്റെ കാലത്ത് അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതോടെ മേൽനോട്ടം ഹൈക്കോടതി ഏറ്റെടുത്തു. കേസിൽ പ്രതിയായിരുന്ന മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്റർ KK മഹേശൻ ആത്മഹത്യ ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് SP S ശശിധരനാണ് ഈ മൈക്രോ ഫിനാൻസ് കേസിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെ തലവൻ. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ തിരക്കും കാരണമാണ് മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം വൈകിയത് എന്ന വിജിലൻസിൻ്റെ വാദത്തെ കോടതി മുമ്പ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. KK മഹേഷിൻ്റെ ആത്മഹത്യ അത് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചതാണ്. 34-36 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ്. ആ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായിട്ടുള്ള എല്ലാ സൂചനകളും തെളിവുകളും എഴുതി വെച്ചതിന് ശേഷമാണ് KK മഹേശൻ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ വെള്ളാപ്പള്ളി തരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതുമാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനോട് എന്നും ഇടഞ്ഞു നിന്നിരുന്ന ഒരു നേതാവാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഈഴവ സമുദായാംഗവുമായ VM സുധീരനും ഇപ്പോൾ KK മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വെള്ളാപ്പള്ളി നടേശന് വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ഉണ്ടാക്കുന്നത്. കാരണം 200 പേരിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, അങ്ങനെ SNDP-യുടെ ബൈലോ അദ്ദേഹം മാറ്റിയെഴുതി. ആ 200 പേരെ തിരഞ്ഞെടുക്കുന്നതും അവരുടെ തിരിച്ചറിയൽ രേഖകൾ സൂക്ഷിക്കുന്നതുമെല്ലാം ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കിങ്കരന്മാരാണ് എന്നുള്ള കാര്യവും നേരത്തെ തന്നെ വന്നതാണ്. പക്ഷേ എതിർക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും എല്ലാം വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മാറിമറിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. മൈക്രോ ഫിനാൻസ് കേസിൽ ആദ്യത്തെ കുറ്റപത്രം കൊടുക്കുന്നതോടുകൂടി തന്നെ വെള്ളാപ്പള്ളി നടേശന് ഏകദേശം അദ്ദേഹത്തിൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകും.
അതുമാത്രമല്ല കെ മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി നടന്നു കഴിഞ്ഞാൽ അത് വെള്ളാപ്പള്ളി നടേശനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുറപ്പാണ്. പക്ഷേ ഇപ്പോഴും അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറയുന്നത് ഈ അന്വേഷണവും ഈ പ്രചരണവും ഒക്കെ അത് SNDPക്കെതിരെയുള്ള ഒരു പ്രചരണവും അന്വേഷണവും ആക്കി തീർക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും വിലപ്പോകില്ല. കാരണം ഈഴവ സമുദായാംഗങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ ചെയ്തികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വാദമൊന്നും വിലപ്പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നാളുകൾ നിർണായകമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധർമ്മടത്ത് ജയിച്ചു കയറിയതുകൊണ്ട് മാത്രം MLA ആയി. പിന്നെ നാണം കെട്ട് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം തട്ടിയെടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അതുപോലെയല്ല വെള്ളാപ്പള്ളിയുടെ കാര്യം. വെള്ളാപ്പള്ളിക്ക് വലിയൊരു വിഭാഗം ഈഴവ സമുദായങ്ങൾ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്രയൊക്കെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ശരി, അത് സംഭവിക്കാൻ സാധ്യതയില്ല. ഇത് മാത്രമല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശനെ കണക്കറ്റ് അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ്റെ ഉറച്ച വിശ്വാസം മൂന്നാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നും തനിക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതുമായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രിയായി. VD സതീശൻ ഇപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വെള്ളാപ്പള്ളിയോട് യാതൊരു എതിർപ്പുമില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. എന്തായാലും മൈക്രോ ഫിനാൻസ് അഴിമതി മാത്രമല്ല, കെ മഹേഷിൻ്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള അന്വേഷണവും അത് വെള്ളാപ്പള്ളിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുക തന്നെ ചെയ്യും.